ഇന്ന് ഞാൻ ഈ കലാത്തിയ ഒന്ന് മാറ്റി നടാൻ പോവാണേ. രണ്ടെണ്ണം ഉണ്ട് മാറ്റി നടാൻ വേണ്ടിയിട്ട്. ഇതിന്റെ പേര് യെല്ലോ ഫ്യൂഷൻ എന്നാണ് കലാത്തിയ. അപ്പൊ ഇത് കുറെ നാളായി ചട്ടിയിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ മണ്ണൊക്കെ കുറവായതുകൊണ്ട് ഇച്ചിരി കരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. അതിന്റെ കരിഞ്ഞ ഇലയൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഞാൻ രണ്ട് ചട്ടിയിലോട്ടാക്കി നടാറുണ്ട്. അത് കുറെ തൈയുണ്ട് അതിനകത്ത്. അപ്പൊ രണ്ടെണ്ണം ആക്കാന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഒന്ന് അടർത്തിയെടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ കത്തി വെച്ചിട്ട് രണ്ടായിട്ട് മുറിച്ചെടുക്കുമായിരുന്നു ചെയ്തത്. അപ്പൊ രണ്ട് ചട്ടിയിലായിട്ട് നടാനുണ്ടായിരുന്നു. ഇത് ഞാൻ ഒരു തൈ വാങ്ങിച്ചിപ്പോൾ 2-3 ചട്ടിയിലായിട്ടുണ്ട്. വേഗം പിടിച്ചു കിട്ടുന്നതാണ് കലാത്തിയ. അത് ഒത്തിരി തൈയും ഉണ്ടാവും ഒരെണ്ണത്തിന്റെ ചുവട്ടിൽ നല്ലപോലെ പിടിക്കുന്നുണ്ട്. നല്ലപോലെ വെയിൽ കൊള്ളുന്നിടത്ത് കലാത്തിയ വെച്ച് അതിന്റെ ഇലയൊക്കെ കരിഞ്ഞു പോകും. ഇത് ഇച്ചിരി വെയിലുള്ളിടത്ത് ഇരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഇലയൊക്കെ ഒന്ന് കരിഞ്ഞു പോയ പോലെ ഇരിക്കുന്നത്. ചില ഷെയ്ഡിലാണ് നല്ല വൃത്തിക്ക് നിൽക്കുന്നതാണ് കലാത്തിയ. ഇലയ്ക്ക് ഇച്ചിരി കൂടെ ഭംഗിയുണ്ടാവും. ഇപ്പൊ ഞാൻ ഈ നടുന്നത് മണ്ണിനകത്ത് ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്തിട്ടാണ് നടുന്നത്. വേറൊന്നും ചേർത്തിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിന്റെ അടിയിൽ കരികിലം വെച്ചിട്ടാണ് മണ്ണിട്ടത് മാത്രം. വേറൊന്നും ചേർത്തിട്ടില്ല. ഇപ്പം രണ്ട് ചട്ടിയിൽ നട്ടിട്ട് ഞാനത് ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചു. അതൊന്ന് പിടിച്ചു കിട്ടുന്നിടം വരെ ഇവിടെ തന്നെ വെച്ചേക്കാന്ന് വെച്ച് ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കുന്നില്ല ഇപ്പം. അതിൻ്റെ ശരിക്കുള്ള കളർ അത് ഒരു മഞ്ഞ കളർ, മഞ്ഞയല്ല ഒരു ഇളം പച്ച പോലത്തെ അങ്ങനത്തെ കളറാണ്. പക്ഷെ അത് വെയിൽ കൂടുതലുള്ളത് കൊണ്ട് എന്തോ അതിന്റെ ഇലയുടെ കളർ മാറുന്നുണ്ട്. ശരിക്കുള്ള ഇല ഇങ്ങനെയായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഈ ഇലയായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ചെടിക്ക് അങ്ങനെ കൂടുതൽ ഇലയുണ്ട്. മറ്റേത് കണ്ട കളർ മാറി വരുന്നുണ്ട്. ഈ കളറിൽ തന്നെ നിൽക്കുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. കളറ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നുന്നത് മറ്റേത് ഡാർക്ക് കളറിനേക്കാളും. ഇത് ഞാൻ അടുത്ത കലാത്തിയ. ഇതിന്റെ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ പേര് പറഞ്ഞത് പീകോക്ക് ഫെദർ എന്നാണ്. ഇത് ഞാൻ ചെറിയ തൈ നിലത്ത് കിളുത്ത് കിടന്നിരുന്നത് അതെടുത്ത് ചട്ടിയിലോട്ട് മാറ്റി നട്ടതാണ്. ഇതിൻ്റെതും അരി ഉണ്ടെന്ന് ഞാൻ തോന്നുന്നത്. ചെറിയ തൈ കിളുത്ത് വരുന്നുണ്ട്. അപ്പം ഞാനത് പിന്നെ കാണിച്ചു തരാവേ. ചെറിയ തൈ കിളുത്ത് ഇപ്പോൾ ഉണ്ട്, 1-2 കിളുത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ നടാതെ തന്നെ കിളുത്ത് വന്നിട്ടുള്ളതുണ്ടാവും. അത് അങ്ങനെ മാറ്റി നട്ടാ ഇത്. അപ്പോൾ ഇതും വലിയ ചട്ടിയിലോട്ട് മാറ്റി നട്ടു. അപ്പോൾ ഇത് ഞാൻ 2-3 നട്ടിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു 3 ഉണ്ടായിരുന്നു. ഈ കലാത്തിയുടെയും ഷെയ്ഡിലിരിക്കുന്നതിന്റെ ഇലയ്ക്ക് വ്യത്യാസമുണ്ട്. ഷെയ്ഡിലിരിക്കുന്നതിന് കുറച്ചുകൂടെ നല്ല ഭംഗിയിലുണ്ട്. ഈ സൈഡിൽ കുറച്ച് വെയിലുണ്ട്. എപ്പോഴും ഇല്ല എന്നാലും കുറച്ച് വെയിൽ കൂടുതൽ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ ആ തൈ കിളുത്ത് വരുന്നതിന്റെ കാണിക്കാവേ. 2 തൈ കിളുത്ത് വന്നിട്ടുണ്ട്, 2 സൈസ് കലാത്തിയുടെ. അപ്പോൾ നാളെ കാണാം.